ബംഗ്ലാദേശ് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചിരിക്കുകയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അമേരിക്ക നൽകിയിരുന്ന സാമ്പത്തിക കാര്യങ്ങളൊക്കെ, സാമ്പത്തികമായുള്ള ഇടപാടുകളൊക്കെ ബംഗ്ലാദേശിനും പാകിസ്ഥാനും നിർത്തലാക്കിയിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ ഒരു പട്ടാള അട്ടിമറിക്ക് സാധ്യതയുണ്ട്. യൂനസ് സർക്കാരിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിനെ പലർക്കും താല്പര്യമില്ല എന്നുള്ളത്. ഹസീനെ പുറത്താക്കിയതുപോലെ യൂനസിനെ ഒരു അട്ടിമറിയിലൂടെ പുറത്താക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. മാത്രമല്ല, അജിത് ഡോവൽ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ഹസീനെ രക്ഷപ്പെടുത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതുപോലെ തിരിച്ച് പ്രധാനമന്ത്രിയാക്കാൻ ബംഗ്ലാദേശിലേക്ക് എത്തിക്കാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നത്. എന്തായിരിക്കും ബംഗ്ലാദേശിൻ്റെ ഒരു ഭാവി? ബംഗ്ലാദേശിൽ കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ ഭരണകൂടവുമായിട്ട് വലിയ തോതിൽ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ളതായിട്ടുള്ള തീവ്രവാദി സംഘങ്ങൾ ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടതിൻ്റെ ഫലമായിട്ടായിരുന്നു. ആ ഏറ്റുമുട്ടലിൽ പരാജയം സംഭവിച്ചപ്പോഴാണ് ഹസീന അവിടെ നിന്ന് പലായനം ചെയ്യുകയും അവരെ ഇന്ത്യയിൽ അഭയാർത്ഥിയായിട്ട് കൊണ്ടുവരികയും അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ അതിന് പല കാരണങ്ങളും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഇന്ത്യയുടെ തൊട്ടടുത്ത് കിടക്കുന്ന, ഇന്ത്യ വളർത്തി വലുതാക്കി രൂപപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്. ആ ബംഗ്ലാദേശിന് എപ്പോഴും വലിയ തരത്തിൽ സഹായങ്ങൾ ഇന്ത്യയിൽ നിന്ന് ലഭിച്ചിരുന്നതുമാണ്. പക്ഷേ ഹസീനയ്ക്ക് അവിടെയുള്ള കലാപകാരികളെ അല്ലെങ്കിൽ അവിടുത്തെ തീവ്രവാദികളെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അവർ പുറത്താക്കപ്പെടുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ജമാഅത്തെ ഇസ്ലാമി യൂനസിനെ അധികാരത്തിൽ സ്ഥാപിക്കും. അപ്പോൾ യൂനസിന് മറ്റ് പല തരത്തിലുള്ള പ്രശസ്തിയൊക്കെ അന്താരാഷ്ട്ര തലത്തിലുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഈ മൈക്രോ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ചില കാഴ്ചപ്പാടുകളും അത് ഒരിടയ്ക്ക് വലിയ തരത്തിലൊരു മാജിക് പോലെ ബംഗ്ലാദേശിൽ പ്രവർത്തിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നതായിട്ടുള്ള കാര്യം. പക്ഷെ എന്തായാലും അദ്ദേഹം അധികാരത്തിലേക്ക് കയറിയതിന് ശേഷം ഒരു മാജിക്കും അദ്ദേഹത്തിന് അവിടെ നടത്താൻ കഴിഞ്ഞില്ല. ഒരു ഭരണസ്ഥിരതയും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് എത്തിയ സമയത്ത് അവർ സ്വാഭാവികമായിട്ടും പട്ടിണിയിലേക്ക് പതുക്കെ ഇങ്ങനെ ഇഴഞ്ഞു നീങ്ങാനായിട്ട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സഹായമായിട്ട് അമേരിക്ക ബൈഡൻ്റെ കാലത്ത് വലിയ സഹായങ്ങളെല്ലാം വാഗ്ദാനം ചെയ്തു. ട്രംപ് കയറിയോടി അതൊക്കെ അട്ടിമറിക്കപ്പെട്ടു. ട്രംപ് പറഞ്ഞു ഒറ്റ പൈസ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പൈസയും കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു. അവരുടെ നയതന്ത്രജ്ഞനായിട്ടുള്ള ജോർജ് സോറസ് അദ്ദേഹത്തിൻ്റെ മകനെ യൂനസിൻ്റെ അടുത്ത് പറഞ്ഞയക്കുന്നു. യൂനസിനോട് പറയുന്നു പരിപാടിയൊക്കെ നിർത്തിക്കുന്നു, ഒരു 10 പൈസ പോലും ഇവിടെ നിന്ന് കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ പണം ലഭ്യമല്ലാതെ വരുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രതിഫലനം സമൂഹത്തിൽ വരികയാണ് ചെയ്തത്. സമൂഹത്തിൽ എങ്ങനെയാണ് അത് പ്രതിഫലിക്കുന്നത്? ദാരിദ്ര്യമായിട്ടും കഷ്ടപ്പാടായിട്ടും ദുരിതമായിട്ടും പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത്. ദാരിദ്ര്യം അങ്ങനെ സമൂഹത്തിൻ്റെ പൊതുമുദ്രാവാക്യമായിട്ട് മാറിയാൽ ദരിദ്രമായിട്ടുള്ള മനുഷ്യരെ മുഴുവൻ തെരുവിലിറങ്ങാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. തെരുവിലവരെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിലവിൽ ഉള്ള എല്ലാ സംവിധാനങ്ങൾക്കെതിരെ വലിയ പോരാട്ടങ്ങൾ വീണ്ടും ഉയരാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്താണ് ഭരണകൂടത്തെ നിശ്ചലമാക്കിക്കൊണ്ടോ നിഷ്പ്രഭമായിക്കൊണ്ടോ പട്ടാളം പതുക്കെ നുഴഞ്ഞേര്. കാരണം ഇവർക്ക് അതിനുള്ള പാഠം പാകിസ്ഥാനിൽ ലഭിച്ചിട്ടില്ല. പാകിസ്ഥാനിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തരത്തിൽ പട്ടാള ഭരണത്തിൻ്റെ വലിയ പ്രക്രിയ നടക്കുകയും അവരുടെ കീഴിലായിരുന്നു പാകിസ്ഥാൻ എപ്പോഴും എന്ത് ചെയ്തിരുന്നത്, ഭരിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ജനാധിപത്യ സംവിധാനം എന്ന നിലക്ക് തിരഞ്ഞെടുപ്പ് നടക്കും, ചില ആളുകൾ വരും, പട്ടാളത്തിന് അവരിഷ്ടമുള്ളതാണ് സമയത്ത് പട്ടാളം വീണ്ടും അവർ അടിച്ചു പുറത്താക്കും. ആ സ്ഥിതിയിലേക്കാണ് ബംഗ്ലാദേശ് ഇപ്പോൾ പോകാൻ പോകുന്നത് എന്നെനിക്ക് തോന്നുന്നു. എന്നുവെച്ചാൽ ഒരു പട്ടാള അട്ടിമറിയിലൂടെ യൂനസിനെ പുറത്താക്കും. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ഒരു സ്കോപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ പട്ടാള അട്ടിമറിക്ക് നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള പട്ടാള ജനറൽമാരുമായിട്ട് സംഭാഷണത്തിൽ ഏർപ്പെടുകയും ഹസീനയെ വീണ്ടും ബംഗ്ലാദേശിലേക്ക് തിരിച്ചെത്തിച്ച് ഹസീനയുടെ കയ്യിൽ അധികാരം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം, അത് ഒരു സ്വപ്ന പദ്ധതിയായിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ. അജിത് ഡോവൽ അതിനു വേണ്ടിയൊക്കെ പരിശ്രമിക്കുന്നുണ്ടാകും. കാരണം ഇന്ത്യയുടെ ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശിനെ ഇന്ത്യക്കൊപ്പം നിർത്തുക എന്നതിനാണ്. ഇന്ത്യക്കൊപ്പം ബംഗ്ലാദേശിനെ നിർത്തണമെങ്കിൽ ഇന്ത്യക്ക് സ്വീകാര്യരായിട്ടുള്ള ആളുകൾ അവിടെ ഭരണാധികാരികളായി വരണം. അതിൻ്റെ തന്ത്രങ്ങളാണ് മിക്കവാറും ഈ പിന്നാമ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഈ ബംഗ്ലാദേശിൻ്റെ സാമ്പത്തിക, അതായത് ദാരിദ്ര്യ അവസ്ഥയിലേക്കാണ് യൂനസ് എന്ന് പറയുന്ന ഇടക്കാല സർക്കാർ വന്നതിന് ശേഷം ബംഗ്ലാദേശ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖലയിലും ഒരു തരത്തിലും ബംഗ്ലാദേശിന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. ഇത്തരത്തിൽ ചില തീവ്രവാദികളെ ഹസീന ആജീവനാന്തകാലം പൂട്ടിയ ചില തീവ്രവാദികളെ തുറന്നു വിട്ട് അവരെ ഇന്ത്യയിലേക്ക് അയച്ചുകൊണ്ട് ചില അട്ടിമറികളൊക്കെ ബംഗ്ലാദേശ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നത്. ഈ ട്രംപും മോദിയും കൂടെ ഒന്നിച്ചുകൊണ്ട്
ബംഗ്ലാദേശിന് പണി കൊടുക്കാൻ തീരുമാനിച്ചാൽ ബംഗ്ലാദേശ് തകരുമോ? അല്ല, ഒരു രാഷ്ട്രത്തെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അവരുടെ ഭരണ സംവിധാനങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുന്ന സമയത്ത് വീണ്ടും അവിടെ ഒരു പുനർനിർമ്മാണ പ്രക്രിയ നടക്കണമെങ്കിൽ ഏതെങ്കിലും വൻ രാഷ്ട്രങ്ങളുടെ സഹായം ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഇവിടെ അമേരിക്ക പിൻവാങ്ങി ഇന്ത്യയും സഹായങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്നൊരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബംഗ്ലാദേശിന് പണി കിട്ടുമെന്നതിന്. പക്ഷെ വേണമെങ്കിൽ അതിനൊരു ആൾട്ടർനേറ്റീവ് വരാൻ വഴിയുള്ളത് എവിടെ നിന്നാണ്? ചൈനയിൽ നിന്നാണ്. ചൈനയാണ് കുറച്ചും കൂടി ഇതിനകത്ത് താല്പര്യം കാണിക്കാമെന്ന്. പക്ഷേ അവർക്ക് ബംഗ്ലാദേശിനെ സഹായിച്ചിട്ട് എന്ത് ഗുണം എന്ന ചോദ്യം അവർ ചോദിക്കാൻ സാധ്യതയുണ്ട്. അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടും എന്ന് കണ്ടെത്തിയാൽ മാത്രമാണ് അവരിൽ നിന്ന് എന്തെങ്കിലും സഹായമുണ്ട്. മറ്റ് രാഷ്ട്രങ്ങളുടെ സഹായമില്ലാതെ മുന്നോട്ട് പോകാൻ ബംഗ്ലാദേശിന് ഇപ്പോൾ കഴിയില്ല എന്നാണ് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഭരണ സംവിധാനം അട്ടിമറിക്കപ്പെട്ടാൽ പുതിയ രീതിയിലേക്ക് അത് രൂപപ്പെട്ട് വരണമെങ്കിൽ തന്നെ കുറേ സമയം പിടിക്കും. ആ സമയത്തിന് ആവശ്യമായ ഒരു ബാലൻസിങ് പ്രോസസ്സിൻ്റെ ടൈമാണ്. അതിനാവശ്യമായിട്ടുള്ള ആ കാലയളവിൽ അവരുടെ ജനങ്ങൾക്ക് ഭക്ഷണവും അതേപോലെ തന്നെ തൊഴിലും ഒക്കെ ലഭ്യമല്ലാത്ത സാഹചര്യമാണ് പൊട്ടിപ്പുറപ്പെടുന്നതെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് അതിഭീകരമാണ്. പട്ടിണിയിലായ ഒരാളെയും ഒരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റില്ല, സമാശ്വസിപ്പിക്കാനായിട്ട് പറ്റില്ല. അവൻ വിശക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വിശപ്പ് മാറ്റാനായിട്ട് അവൻ തെരുവിലിറങ്ങും. ആ തെരുവിലിറക്കലാണ് അല്ലെങ്കിൽ തെരുവിലിറങ്ങലാണ് വലിയ കലാപമായിട്ട് വളരാൻ പോകുന്നത്. ഈ കലാപം ഇവിടെ ഇങ്ങനെ കത്തിപ്പടരുമ്പോഴാണ് പട്ടാളം എന്ത് ചെയ്യുന്നത്, അതിനിടയിൽ ഒഴിഞ്ഞേറി ഈ ഭരണകൂടത്തെ മാറ്റുക എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് വരുന്നത്. അങ്ങനെ വന്നാൽ വീണ്ടും പട്ടാളത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ജനങ്ങളെ തീറ്റിപ്പോറ്റലാണ്. അവർക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും അത് കഴിയില്ല. അപ്പോൾ അവർക്ക് വേറെ ശക്തികൾ ആവശ്യമായിട്ട് വരും. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരിക്കും ഇന്ത്യ അമേരിക്കയുടെ കൂടി സഹായത്താൽ ബംഗ്ലാദേശിനെ സഹായിക്കാനായിട്ട് തീരുമാനമെടുക്കുക. അങ്ങനെ തീരുമാനമെടുത്താൽ അവർക്ക് നോർമൽ പൊസിഷനിലേക്ക് എത്താം. ഏതെങ്കിലും രീതി ഒന്നിലേക്ക് ചൈന സഹായിക്കണം, അല്ലെങ്കിൽ ഇപ്പുറത്ത് ഇന്ത്യ സഹായിക്കണം. രണ്ടുപേരുടെയും സഹായമില്ലാതെ ബംഗ്ലാദേശിന് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. ജോർജ് സോറസിൻ്റെ മകനുമായി യൂനസ് ചില ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഇത് ബംഗ്ലാദേശിനെ നാശത്തിലേക്കായിരിക്കില്ലേ നയിക്കുന്നത്? അല്ല, എനിക്ക് തോന്നുന്നത് ആ ബന്ധം എന്ന് പറയുന്നത് ഗുണകരമായ ബന്ധമായിട്ടല്ല വരുന്നത്. അമേരിക്കയുടെ തന്നെ നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ന ഒരു വിവരം നൽകൽ മാത്രമായിരിക്കും. അല്ലാതെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലാതെ അവരെ സഹായിക്കാനായിട്ട് പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, രാഷ്ട്രങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ ബംഗ്ലാദേശിനെ കൈപിടിച്ച് ഉയർത്താനായിട്ട് കഴിയുള്ളൂ. അതിനുള്ള സാധ്യത എന്ന് പറയുന്നത് ഈ 3 രാഷ്ട്രങ്ങളുടെ ഒരു മുന്നിലാണ് നിൽക്കുന്നത്. മറ്റ് രാഷ്ട്രങ്ങളൊന്നും ഇതിനകത്ത് ഇടപെടാനുള്ള സാധ്യത തീരെയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചൈനയും ഇന്ത്യക്ക് മാത്രമാണ് എന്തെങ്കിലും താല്പര്യമുള്ളത്. ഇന്ത്യക്ക് താല്പര്യം നിർവഹിക്കപ്പെടണമെങ്കിൽ അമേരിക്കയുടെ കൂടി സഹായഹസ്തം ആവശ്യമായിരിക്കും. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അത് ഗുണകരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഫോറിൻ റിലേഷൻഷിപ്പായിട്ട് ഡെവലപ്പ് ചെയ്യുള്ളൂ. ഈ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന കമ്പനികൾക്ക് വരെ അമേരിക്ക ഫണ്ട് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ തീർത്തും ബംഗ്ലാദേശിനെ അമേരിക്ക ഉപേക്ഷിച്ച് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. കാരണം ഇന്ത്യയോടൊപ്പം നിന്ന് സഹകരിക്കാത്ത ഒരു രാജ്യത്തെ തങ്ങളും സഹായിക്കേണ്ട എന്നുള്ളൊരു നിലപാടായിരിക്കും അമേരിക്ക എടുക്കുന്നത്. അല്ല, പുതിയ അമേരിക്ക എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം അമേരിക്കക്കാർക്ക് പ്രാമുഖ്യവും പ്രാധാന്യം നൽകുന്നതാണ്. ഇപ്പോൾ ലോകത്തിൻ്റെ പോലീസുകാരനായിട്ട് അമേരിക്ക മാറിയപ്പോൾ അമേരിക്കയ്ക്ക് വന്ന വലിയ നഷ്ടം എന്ന് പറയുന്നത്, എല്ലാ സ്ഥലത്തും പോയി പോലീസ് കളിക്കാൻ പോകുമ്പോൾ ഒരുപാട് പട്ടാളത്തെ കൊണ്ടുപോകണം, അവരുടെ ചിലവ് വഹിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ട്രംപ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചാൽ തന്നെ അമേരിക്കയുടെ സമ്പത്ത് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സഹായമൊന്നും ആർക്കും കൊടുക്കേണ്ട എന്നുള്ള പൊതു തീരുമാനമുണ്ട്. ഇനി സഹായം കൊടുക്കണമെങ്കിൽ തിരിച്ചെന്തെങ്കിലും മെച്ചമുള്ള ഇടപാടിൽ മാത്രമേ സഹായമുള്ളൂ. അതുകൊണ്ടാണ് ബംഗ്ലാദേശിന് സഹായം ഇനി കിട്ടണമെങ്കിൽ ബംഗ്ലാദേശിന് നേരിട്ട് സഹായം കിട്ടില്ല, ഇന്ത്യ വഴിയേ കിട്ടുകയുള്ളൂ. കാരണം ഇന്ത്യയെ സഹായിച്ചാൽ ആ സഹായത്തിന് ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയ ഒരു കൺസ്യൂമർ സൊസൈറ്റിയാണ്. ആ കൺസ്യൂമർ സൊസൈറ്റിയാണ് അമേരിക്കയിലെ എല്ലാ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളെയും നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ആവശ്യമാണ്, ബംഗ്ലാദേശ് ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ബംഗ്ലാദേശ് ആവശ്യമുണ്ടെങ്കിൽ ഇന്ത്യയെ അമേരിക്ക സഹായിക്കാനായിട്ട് തയ്യാറാവും. അതൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സമീപനമായിരിക്കും എന്ന് എനിക്ക് തോന്നാം. അപ്പോൾ അങ്ങനെ മാത്രമാണ് അവിടെ ഒരു രക്ഷാവഴി ബംഗ്ലാദേശിന് തെളിയാനുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്.